എൻ ശങ്കരൻ നായർ എന്ന് പറയുന്ന സംവിധായകനെ എനിക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരുപാട് പടങ്ങൾ ചെയ്തു, ഹിറ്റ് പടങ്ങളൊക്കെ ധാരാളം ചെയ്തൊരു സംവിധായകനാണ്. പ്രത്യേകിച്ചും ONVയുടെ ഒരു പടം, ONV പാട്ടുകളൊക്കെ എഴുതിയ മദനോത്സവത്തിൻ്റെ സംവിധായകനായിരുന്നു അദ്ദേഹം, കമലഹാസൻ ചിത്രം. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ദേവരായ മാഷിനെ വിളിക്കുകയാണ്. അത് ഇതുപോലെ ആകാശവാണി ജോലിയിരിക്കുമ്പോഴാണ് അദ്ദേഹം വിളിക്കുന്നത്. ഞാൻ സമയം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്നു. ഷൺമുഖണ്ണൻ എന്നെ കാത്തു നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹമുണ്ട്. ഞാൻ വേറൊരു അത്ഭുതം ഉണ്ടായി. ഞാനത് പെട്ടെന്നുള്ള കോളായതുകൊണ്ട് സീറ്റൊന്നും ബുക്ക് ചെയ്യാതെ തീവണ്ടിയിലൊക്കെ അവശനായിട്ടാണ് ചെല്ലുന്നത്. വളരെ ദയനീയമായ യാത്രയായിരുന്നു അങ്ങോട്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാവിലെ ചെല്ലുമ്പോൾ അദ്ദേഹം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അറിയാമല്ലോ, കാംദാർ നഗറിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കറുത്ത സോഫ, അതുപോലെ താഴത്തൊരു ചുവന്ന കാർപ്പറ്റ്, നിലത്ത് ഹാർമോണിയം ഒക്കെ പെട്ടിയൊക്കെ വെച്ചിട്ട് പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളി ചന്ദ്രനെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഒന്ന് ഫ്രഷായി വാ, പെട്ടെന്ന് നമുക്ക് പാട്ട് തുടങ്ങണം എന്ന് പറഞ്ഞ് ഒരു രാഗമാലിക ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് തുടങ്ങുകയാണ്. മായാമാളവ ഗൗള രാഗം തുടങ്ങിയിട്ട് വിഭാവരി വരെയുള്ള രാഗങ്ങൾ, അത് ഹിന്ദുസ്ഥാനി, കർണാടകവും അങ്ങനെ എല്ലാ രാഗങ്ങളെയും ചേർത്തിട്ട് ഒരു രാഗമാലികയാണ് ഉണ്ടാക്കേണ്ടത്. പാടേണ്ടത് യേശുദാസുമാണ്. അപ്പോൾ അന്ന് മുഴുവൻ ഇരുന്നാലും അത് കമ്പോസ് ചെയ്യാൻ പറ്റില്ല. അത്രയധികം ഗംഭീരമായിട്ടൊരു പാട്ടാണ് പുള്ളി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ രാഗത്തെക്കുറിച്ചും അങ്ങനെ ഒരു സ്റ്റഡി ക്ലാസ് വന്നിട്ടാണ് പാട്ടെടുക്കുന്നത്. ഇപ്പം മായാമാളവ ഗൗരരാഗം എന്താണ്? മായാമാളവ രാഗത്തിൻ്റെ പ്രധാനം ഇത് ഭൈരവി രാഗമാണ്, ഇത് സംഗീതത്തിൻ്റെ ആദ്യത്തെ പാഠം ആണ് ഈ പാട്ട്, ഈ രാഗം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഓരോ അംശങ്ങളും എനിക്ക് പറഞ്ഞു തന്നത്, വായിച്ച് കേൾപ്പിച്ച് അതിൻ്റെ സപ്തസ്വരങ്ങളുമൊക്കെ അദ്ദേഹം തന്നെ ആലപിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. വലിയ ഗഹനമായ വർക്കായിരുന്നു അത്. അപ്പോൾ ഒരുപാട് രാഗങ്ങൾ, സൂര്യവംശ്, വീണാധരി, അതുപോലെ നീലാംബരി, ഉദയരവി ചന്ദ്രിക, താണ്ഡവപ്രിയ, ഇങ്ങനെ ഓരോ രാഗങ്ങളെക്കുറിച്ചും സവിസ്തരം അതിൻ്റെ കാര്യങ്ങൾ എഴുതി, മേഘം, ഇതൊക്കെ എഴുതിയിട്ട് അത് ആലപിക്കുക, സ്വരങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ തുടങ്ങിയ ആ പാട്ട്. അത് വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് പോലെ ആദ്യം എനിക്ക് തോന്നി. സത്യത്തിൽ അത് എഴുതേണ്ടത് ഞാനായിരുന്നില്ല, കാവാലമായിരുന്നു. പക്ഷേ കാവാലം അന്ന് എന്തോ അദ്ദേഹത്തിന് എന്തോ സെമിനാറോ എന്തോ സംഭവം ഉണ്ടായിട്ട് പുള്ളി ഔട്ട് ഓഫ് കേരളയാണ്, ഔട്ട് ഓഫ് ഇന്ത്യയാണ്. അപ്പം അദ്ദേഹം അവിടെ ഇല്ല. പിന്നെ ഞാനേ ഉള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ പാട്ടാണെങ്കിലോ ഗഹനത്തേക്കാൾ വേറെ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. മായാമാളവ ഗൗളരാഗം മൃദുമയ ഭൈരവ രാഗം സംഗീതകലയുടെ ആദിമ പാഠത്തിൻ സരസിജമുണരും രാഗം ഗമപ ഗമപധനി സനിരീസ എന്നൊക്കെ പറഞ്ഞിട്ട് രാഗവിസ്താരമാണ്. നിറുകയിൽ വർണ്ണമയിൽ പീലി, നെറ്റിയിൽ ചന്ദന പൂങ്കുറി, ഉറങ്ങുമാ കണ്ണനെ താരാട്ടാൻ ഹൃദയം നിറയെ നീലാംബരി. അങ്ങനെ നീലാംബരി രാഗം. വരൂ വരൂ നീ മേഘമേയിനി നിന്നിറഞ്ഞൊരകിടു ചുരത്തു. അങ്ങനെ മേഘരാഗം. അങ്ങനെ ഓരോ രാഗങ്ങളുടെ പ്രത്യേകതകളൊക്കെ വെച്ചിട്ടാണ് ഈ പാട്ട്. ഉദയരവി ചന്ദ്രിക രാഗതപസ്വിനി ഉരുവിട്ടു മറയുന്നു ശാന്തിമന്ത്രം സൂര്യകോംശുമേ. അങ്ങനെ വേറൊരു രാഗം. ജീവനശക്തിയായി നീ വന്നു. അങ്ങനെ ഓരോ രാഗത്തിന് ഇപ്പോൾ സൂര്യവംശ്, അതുപോലെ വേറെ ഈ താണ്ഡവപ്രിയരായണഞ്ഞു ചുറ്റും തമസിൻ രൂപങ്ങൾ നൃത്തമാടി. അങ്ങനെ താണ്ഡവപ്രിയയ്ക്ക് വേറൊരു സ്റ്റൈല്. യക്ഷകിന്നരന്മാർ
പാടി വരുന്നൊരു ഗന്ധർവ രാഗാന്തരത്തിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ കിളികൾ ചിലച്ചു വിഭാവരീ 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 വിഭാവരി എന്ന് പറഞ്ഞിട്ട് 16 രാഗങ്ങൾ 1 by 1 ആയിട്ട് മാഷിങ്ങനെ ഉണ്ടാക്കുന്നു, കമ്പോസ് ചെയ്യുന്നു. ഞാൻ അതിനനുസരിച്ച് വരി എഴുതുന്നു. അങ്ങനെ ആ ദിവസം മുഴുവൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണ് പിറ്റേന്ന് ദാസേട്ടൻ വന്നിട്ട് അത് പാടുന്നു. പാടി ഒറ്റ സ്ട്രെച്ചിനാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ആ റെക്കോർഡ് ചെയ്തിട്ട് സ്വത്തം എന്നുള്ള സിനിമയിലെ ഏറ്റവും വലിയൊരു ഇവൻ്റായിട്ട് ആ പാട്ട് മാറുകയാണ്. അത്ഭുതകരമായിരുന്ന ആ ഒരു അനുഭൂതി. അത്രയും ദൈർഘ്യമുള്ളൊരു പാട്ട് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അത്രത്തോളം ഗഹനമായൊരു പാട്ട് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. മാത്രമല്ല രാഗങ്ങളെക്കുറിച്ചുള്ള ഒരു അപാരസാഗരമാണ് ഈ രാഗമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു തുള്ളി പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനൊരു വലിയ സമുദ്രത്തിലേക്ക് അദ്ദേഹം എന്നെ തള്ളിയിടുകയും ഞാനങ്ങനെ നീന്തുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്താണ് പാട്ടുണ്ടാക്കിയത്. സ്വത്തെന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ, ഒരിക്കലും എന്താ പറയുക, അദ്ദേഹത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് ദേവരായ മാഷോട്. കാരണം എന്നെ സംഗീതം പഠിപ്പിച്ചത്. പിൽക്കാലത്ത് ഞാൻ പല സിനിമകൾക്കും സംഗീതം കൊടുക്കാനിടയായി. അതിലൊക്കെ ഇതിൻ്റെ ഒരു സ്വാധീനം, ഈ ഒരു അവിടുന്ന് കിട്ടിയ പാഠം എന്നെ സഹായിച്ചിട്ടുണ്ട്. മോഹൻ്റെ വ്യത്യസ്തമായൊരു പടമായിരുന്നു കഥയറിയാതെ. അതിൽ സുകുമാരനും സോമനും ശ്രീവിദ്യയൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ അഭിനയിക്കുന്ന ആ ചിത്രത്തിൽ ബാലതാരങ്ങളായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹീറോസായിട്ട് വിലസുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. കൊട്ടാരക്കര ശ്രീധരനാരുടെ മകൻ സായ് കുമാർ, അവരൊക്കെ ബാലതാരമായിട്ടാണ് വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു. റാണി പത്മിനി അതിനകത്ത് അഭിനയിച്ചിരുന്നു. ആ കുട്ടി മരിച്ചുപോയി. അപ്പോൾ ഈ കഥയറിയാതെ എന്നുള്ള കഥയൊരു പ്രത്യേക ടൈപ്പ് കഥയായിരുന്നു. എറണാകുളത്ത് വെച്ചായിരുന്നു എൻ്റെ ഷൂട്ടിങ്. ഏറ്റവും രസകരമായ സംഭവം, ഈ ഷൂട്ട് നടക്കുന്നത് എറണാകുളത്ത് ടാറ്റാപുരം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെച്ചാണ്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന എറണാകുളത്തെ ഒരു ഹോട്ടലിലാണ്. ഞാൻ, അതുപോലെ സുകുമാരൻ, ശ്രീവിദ്യ, എല്ലാവരും അവിടെ ഉണ്ട്. മോഹൻ, അതിൻ്റെ സംവിധായകൻ സഞ്ജയ് രഘുനാഥാണ്. ഇപ്പോൾ രഘുവേട്ടൻ എല്ലാ ദിവസവും ഷൂട്ടിംഗ് സമയത്ത്, ഷൂട്ടിങ്ങിനൊക്കെ വന്ന ശേഷം നിർമ്മാതാവ് ഈവനിങ് ആകുമ്പോൾ ഷേണായിസ് പോയി സിനിമ കാണും. എല്ലാ ദിവസവും ഒരു സിനിമ പോയി കാണുക. ആ സിനിമയാണ് ശങ്കരാഭരണം. അപ്പോൾ ഈ ശങ്കരാഭരണത്തിൻ്റെ വലിയ ആരാധകരാണെന്ന് മുഴുവൻ കേരളത്തിലുള്ളത്. ആ സമയത്താണ് ഈ പടത്തിൻ്റെ കഥയറിയാതെ വർക്ക് നടക്കുന്നത്. നല്ല തിരക്കഥയായിരുന്നു. ആ സിനിമയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ മറ്റൊരു അനുഭവവും പറയാൻ പാടില്ലാത്തക്കവണ്ണം, എന്നുവെച്ചാൽ മറ്റെല്ലാ അനുഭവങ്ങളും വ്യത്യസ്തമായിട്ട് ദേവരാജൻ മാസ്റ്റർ എന്ന മഹാമനുഷ്യൻ്റെ ഒരു ഹൃദയവിശാലതയുടെ കഥ കൂടിയാണ് കഥയറിയാതെ. അതിൽ 3 പാട്ടുകളുണ്ടായിരുന്നു. ഒരു പാട്ട് ഒരു ബർത്ത്ഡേ സോങ്ങാണ്. ഓഫീസിലെ ബർത്ത്ഡേ സമയത്ത് ആ കോളനിയിലുള്ള എല്ലാവരും ചേർന്നിട്ട് റാണി പത്മിനി എന്ന ശ്രീവിദ്യയുടെ മകളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾ ഒരു പാട്ട് പാടുന്നു. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷന് വേണ്ടിയിട്ടൊരു പാട്ട് ഞാൻ എഴുതി, ദേവരായ മാഷ് ട്യൂൺ ചെയ്തു. അത് പാടിയത് ലതാ രാജുവാണ്. പാട്ട് എനിക്ക് ഒരുമാതിരി ഇഷ്ടപ്പെട്ട പാട്ടാണ് ഞാൻ എഴുതിയുണ്ടായത്. കാരണം എനിക്കത് അത്ര ലയമുള്ള പാട്ടായിരുന്നു. ഒരു ബർത്ത്ഡേ ഗാദറിങ്ങിന് പറ്റിയ പാട്ടാണ്. നിറങ്ങൾ നിറങ്ങൾ നിറങ്ങൾ, സ്വരങ്ങൾ 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 സ്വരങ്ങൾ, പിറന്നാൾ ദിനത്തിൽ അഭിവാദനത്തിൻ നിറങ്ങളിതാ സ്വരങ്ങളിതാ നിറങ്ങൾ. കാതോർത്തു നോക്കൂ കായലിലോളങ്ങൾ,
മൂളുന്നു സ്വാഗതഗാനം. കാറ്റിൻ്റെ ചുണ്ടത്ത് തത്തിക്കളിക്കും കാതരമാമൊരു ഗാനം. ഇനിയും വരും ഇനിയും വരും ജന്മദിനം ജന്മദിനം. നിറങ്ങൾ 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 മനസ്സിൻ്റെ മച്ചിലേ വാതിൽ തുറന്നു ഞാൻ മണിവിളക്കിന്നു കൊളുത്താം. സ്മരണകൾ തന്നുടെ ഛായാപടങ്ങളിൽ മണിച്ചിത്രമാലകൾ കോർക്കാം. ഇനിയും വരും ഇനിയും വരും ജന്മദിനം ജന്മദിനം. ഇതാണ് പാട്ട്. ബർത്ത്ഡേ സോങ്ങാണ്. വിത്ത് ഓൾ പെർക്കഷൻസ്. ഗംഭീരമാക്കിയ പാട്ട്. പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് ഈ പാട്ടിട്ട് നോക്കുമ്പോൾ മോഹൻ ഇഷ്ടപ്പെട്ടില്ല. മോഹൻ പറഞ്ഞു ഇതല്ല ഞാൻ ഉദ്ദേശിച്ച സിറ്റുവേഷനേ ഇതല്ല, ഈ പാട്ട് പറ്റില്ല. ഈ പാട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പകരം ഒരു പാട്ടുണ്ടാക്കണമല്ലോ. അത് വലിയ കൺഫ്യൂഷനായി. സോമനും സുകുമാരനും ഞങ്ങളൊക്കെ വിഷമത്തിലായി. കാരണം ദേവരായൻ മാഷക്ക് ഉണ്ടാക്കിയ ഒരു പാട്ട് രണ്ടാമതുണ്ടാക്കാൻ വേറൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം ചെയ്യില്ല, യാതൊരു സംശയമില്ല. അദ്ദേഹത്തോട് ഈ പാട്ട് രണ്ടാമത് ചെയ്യാൻ പറയാൻ ധൈര്യമുള്ള ഒരു സംവിധായകനും മദിരാശിയിലില്ല. മോഹനത് പറയുമോ അദ്ദേഹം അത് ചെയ്യുമോ? പാട്ട് മാറ്റി എഴുതണം, അതും വേണം. വേറെ ട്യൂണിന് മാറ്റി എഴുതണം. ഈ സിറ്റുവേഷന് പറ്റിയ വേറെ പാട്ടുണ്ടാക്കണം. ഞാനും ബുദ്ധിമുട്ടിലായി, കാരണം ലീവില്ല. എന്നാലും വെയിറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അത്ഭുതമെന്ന് പറയട്ടെ, ദേവരായൻ മാഷ് സമ്മതിക്കുന്നു, വേറെ പാട്ടുണ്ടാക്കാം. അങ്ങനെ ഇതേ ലതാരാജുവിനെ കൊണ്ട് വേറൊരു പാട്ട് അദ്ദേഹം ചെയ്യുന്നു. ഞാൻ അതിന് വരികൾ എഴുതുന്നു. അപ്പോൾ സംവിധായകൻ മോഹൻ ഉദ്ദേശിച്ച ഒരു പാട്ടാണ് അപ്പോഴുണ്ടായത്. വലിയ പെർക്കഷനും അപകടമൊന്നും ഇല്ലാത്ത സാധാരണ പാട്ട്. അതൊരു അത്ഭുതമായിരുന്നു. ദേവരായൻ മാഷ് അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്നെനിക്കിപ്പോഴും പറഞ്ഞുകൂടാ. മോഹനുള്ള കാരുണ്യമാണോ, എന്നോടുള്ള കാരുണ്യമാണോ, അതോ ഒരു കലാകാരൻ്റെ ഔന്നത്യമാണോ എന്താണെന്നറിയില്ല. അദ്ദേഹം രണ്ടാമത് ട്യൂൺ ചെയ്തു ഒരേ പാട്ട്, ഒരേ ഗായികയെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. ആ പാട്ട് രണ്ടാമതുണ്ടാക്കിയതാണ്. പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങളെ ചിത്രച്ചിറകുള്ള ശലഭങ്ങളെ നിങ്ങളും ഞാനും ഒരുപോലെ എന്നും ഒരുപോലെ. പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങളെ. ആലോചിച്ച് നോക്കി എന്തൊരു അത്ഭുതമാണെന്ന്. ഇതാണ് ആവശ്യമുള്ളത്. കാറ്റും കുളിരും തഴുകുന്നു, കായലിൽ സംഗീതം ഒഴുകുന്നു, ഇന്ദ്രിയമഞ്ചിലും അനുഭൂതികൾ തൻ ഹിന്ദോളമുണരുന്നു, ഹിന്ദോളമുണരുന്നു. പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങളെ. അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്തു, അത് ഷൂട്ട് ചെയ്തു. പിന്നൊരു പാട്ടുള്ളത് ഒരു ബോട്ടിൽ പോകുന്ന പാട്ടാണ്. ഇതേ ക്യാരക്ടേഴ്സ് ശ്രീവിദ്യയും സോമനും സുകുമാരനൊക്കെ ആ കുട്ടിയുമായിട്ട് ഇങ്ങനെ തുഴഞ്ഞ്, എനിക്ക് തോന്നുന്നു പീച്ചിയിലെ മറ്റാണ് ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. ആ പാട്ട് പാടിയത് കുന്നംകുളത്തുള്ളൊരു കുട്ടിയാണ്. വീൽ ചെയറിൽ വന്നാണ് ആ കുട്ടി പാടിയത്. നല്ലവണ്ണം പാടുമോ? ഷെറിൻ പീറ്റേഴ്സ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഷെറിൻ പീറ്റേഴ്സ് പിന്നെ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് സംശയമുണ്ട്. നല്ല പാട്ടായിരുന്നു. താരണിക്കുന്നുകൾ കാത്തു സൂക്ഷിച്ച തടാകം, ഭൂമിയാം കന്യക മാറിലണിഞ്ഞൊരു
പൊൻപതക്കം താരണിക്കുന്നുകൾ കാത്തു സൂക്ഷിച്ച തടാകം. ഈ മൗനം, ഇവളുടെ ഈ മൗനം മൂടുന്നു കഥയിലെ ഒരു രംഗം. ആരോടും പറയാത്ത ഹൃദയരഹസ്യം ആത്മാവിൽ സ്പന്ദിക്കും. പ്രേമരഹസ്യം, പ്രേമരഹസ്യം താരണിക്കുന്നുകൾ കാത്തു സൂക്ഷിച്ച തടാകം. അപ്പോൾ ഈ പാട്ട്, ഈ പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങൾ എന്നുള്ള പാട്ട്, പിന്നെ ഈ പാട്ട് താരണിക്കുന്നുകൾ, ഈ പാട്ടുകൾ വാസ്തവത്തിൽ അന്നത്തെ എൻ്റെ അനുഭവത്തിൽ വളരെ റേഡിയോ ശ്രോതാക്കൾ വളരെ ഇഷ്ടമുള്ള പാട്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ താരണിക്കുന്നുകളൊക്കെ നല്ലവണ്ണം ഇഫക്റ്റീവായ പാട്ടാണ്. അതാണ് കഥയറിയാതെ എന്നുള്ള സിനിമയുടെ കഥ. ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വാശിക്കാരനായ ഒരു സംഗീത സംവിധായകൻ ഒരേ സിറ്റുവേഷനിൽ 2 പാട്ടുകൾ ചെയ്തു, ഒരേ ഗായികയെ കൊണ്ട്. നേരത്തെ ചെയ്ത പാട്ട് മാറ്റിവെച്ചിട്ട് പുതിയ പാട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയുടെ ഒരു ഉദാഹരണമാണ് ഈ പാട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത ഉദാഹരണമായിട്ടുള്ള വേറൊരു പാട്ടുണ്ട്. അതും എനിക്ക് അത്ഭുതമാണ്. അത് പാപ്പനംകോട് ലക്ഷ്മണൻ തിരക്കഥ എഴുതിയിട്ട് ശശികുമാർ സംവിധാനം ചെയ്ത തീക്കളി എന്ന പടത്തിലേതാണ്. നിർമ്മാതാവ് സ്റ്റാൻലി ആയിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു. നിറഞ്ഞോടിയ ഒരു തമിഴ് സിനിമയുണ്ട്, കുടിയിരുന്ന കോയിൽ, MG രാമേന്ദ്രൻ്റെ. ആ കുടിയിരുന്ന കോയിൽ എന്നുള്ള സിനിമയുടെ റീമേക്കല്ല, അത് മലയാളത്തിലേക്ക് ഉണ്ടാക്കി എടുത്തതാണ് തീക്കളി. അദ്ദേഹം ഡബിൾ റോളിലായിരുന്നു തമിഴിൽ അഭിനയിച്ചത്. ആ റോള് പ്രേം നസീർ എടുത്തു. അപ്പോൾ പ്രേം നസീർ 2 റോളിൽ വരുന്ന സഹോദരന്മാരിൽ ഒരാൾ കുഴപ്പക്കാരനും ഒരാൾ പോലീസും, ഒരാൾ കള്ളനും ഒരാൾ പോലീസും. അതാണ് തീം. അപ്പോൾ അങ്ങനൊരു വല്ലാത്ത കഥ എടുത്തിട്ടാണ്, തമിഴിൻ്റെ അതേ ചൂട് പിടിച്ചിട്ടാണ് പാപ്പനംകോട് തിരക്കഥ എഴുതിയത്. ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു അതിനകത്ത്. തമിഴിൽ ധാരാളം, അത് കുറച്ച് ചുരുക്കിയിട്ടാണ് മലയാളത്തിൽ കൊണ്ടുവന്നത്. എന്നാലും അതിലെ ഒരു പാട്ട്, അതൊരു ക്രിട്ടിക്കൽ മോമെൻറ്റിലാണ് എഴുതിയത്. ലീവൊക്കെ സാങ്ഷൻ ചെയ്ത് ആകാശവാണിയിൽ നിന്ന് പോയിട്ട് പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് റെക്കോർഡിംഗ് ഡേറ്റിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. മണികണ്ഠൻ നായർ എന്ന് പറയുന്നത് എൻ്റെ സഹപ്രവർത്തകൻ, ആകാശവാണിയിലുള്ള ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, എടാ നിൻ്റെ ലീവൊക്കെ തീർന്നു, പെട്ടെന്ന് നീ വരണം, അതുകൊണ്ട് അവിടെയുള്ള പരിപാടിയെല്ലാം കളഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അപകടമാണ്. പഴയ ടെർമിനേഷൻ ഓർമ്മയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യണം. പാട്ടാണെങ്കിൽ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പാട്ടിങ്ങനെ എഴുതി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് മാഷിൻ്റെ അടുത്ത് കൺസോളിൽ. അപ്പം ഞാൻ ആദ്യത്തെ ചരണം എഴുതി, പല്ലവി എഴുതി, അടുത്തത് എഴുതണം. അപ്പോഴാണ് ഈ കോള്. ഞാൻ മാഷോട് പറഞ്ഞു, മാഷേ ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഒരു കോള് വന്നിട്ടുണ്ട്. മാഷ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ പൊക്കോളൂ. അപ്പോൾ ഈ പാട്ടോ? അത് സാരമില്ല എന്ന് മാഷ് പറഞ്ഞു. ഞാൻ ദുഃഖിതനായിട്ട് പോരുന്നു. വേറൊരു കഷ്ടമുള്ളത്, ഞാൻ ഈ പാട്ടിൻ്റെ കൂടെ ചേർത്താണ് പ്രതിഫലം വാങ്ങിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പാട്ട് എഴുതി കൊടുക്കാതെയാണ് പോന്നിരിക്കുന്നത്. പാട്ട് പൂർണ്ണമല്ലല്ലോ. എന്നാലും ഞാൻ കുറ്റബോധത്തോടെ തിരിച്ചു വന്നു. ഇവിടെ വന്ന് എനിക്ക് വലിയ ടെൻഷനായിരുന്നു, ആ പാട്ട് എന്തായി തീർന്നറിയില്ലല്ലോ. പടം റിലീസായപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി നോക്കി, ആ പാട്ടുണ്ടോയെന്നറിയാൻ. ആ പാട്ടുണ്ട്. ഞാനെഴുതുന്ന 4 വരിയല്ലേ ഉള്ളൂ. പക്ഷേ പാട്ട് ഫുള്ളായിട്ട് ദാസേട്ടൻ പാടിയിട്ട് നസീർ അഭിനയിക്കുന്നുണ്ട്, സുന്ദരമായിട്ട് അഭിനയിക്കുന്ന നല്ല സീനും. അതാണ് മലയാള ചലച്ചിത്ര ഗാനരചയിതാക്കളുടെ കൂട്ടത്തിൽ വയലാർ, പി ഭാസ്കരൻ, അങ്ങനെയുള്ള ആ ലിസ്റ്റിൽ നമ്പർ 1 വേറൊരാളും കൂടെ വന്നു വിട്ടു, പരവൂർ ദേവരാജൻ.
ഗാനരചയിതാവായി പുള്ളി. അതും മനോഹരമായ വരികൾ. ആ പാട്ടിലെ രണ്ടാമത്തെ ചരണം ഒരു 4 ലൈൻ ദേവരാജ മാഷ് എഴുതി. അങ്ങനെ ആ പാട്ട് പൂർത്തിയാക്കി. ഞാൻ പകുതിക്കിട്ട പാട്ട് ശശികുമാർ അറിയാതെ പുള്ളി അത് പൂർത്തിയാക്കിയിട്ട് മനോഹരമായിട്ടത് റെക്കോർഡ് ചെയ്തു. ആ പാട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു പാട്ടാണ്. പഴയ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. വറ്റാത്ത സ്നേഹത്തിൻ ഉറവിടമല്ലോ പെറ്റമ്മ, പെറ്റമ്മ, വാടാത്ത ത്യാഗത്തിൻ പൂവനമല്ലോ പെറ്റമ്മ, പെറ്റമ്മ. എത്ര കാലം കഴിഞ്ഞാലും ഏതു ദിക്കിൽ വളർന്നാലും രക്തം രക്തത്തെ തിരിച്ചറിയും, മുലപ്പാലിലൂറുന്ന മൃതസഞ്ജീവനി മുറിവുകൾ താനേ ഉണക്കും, മുറിവുകൾ താനേ ഉണക്കും. ഇത്ര ഞാൻ എഴുതി. അപ്പോഴാണ് ഈ ഓഫീസിൽ നിന്ന് കോള് വന്നത്. ഞാൻ പോയി, പാട്ടിട്ടിട്ട് പോയി. പിന്നെ മാഷ് എഴുതി ചേർത്തു. ഏതാണ്? അമ്മതൻ കാലടി പതിയുമിടമെല്ലാം ശ്രീകോവിലുകളായി പരിണമിക്കും, അമ്മ തൻ നെഞ്ചകം ചൊരിയുമിടമെല്ലാം അരുണോദയ പ്രഭ പൂക്കും, അരുണോദയ പ്രഭ വീശും. മനോഹരമായിട്ട് എഴുതി. എൻ്റെ വരികളെക്കാളും ബെറ്റർ. അമ്മതൻ പുഞ്ചിരി ചൊരിയും ഇടമെല്ലാം അരുണോദയ പ്രഭ വീശും എന്നൊക്കെ നല്ല പോയറ്റിക്കായിട്ട് പരവൂർജി ദേവരാജൻ എന്ന ഗാനരചയിതാവ് എഴുതി ചേർത്തിരിക്കുന്നു. അതാണ് തീക്കളിയുടെ ഏറ്റവും നല്ല ഓർമ്മകൾ. തീക്കളി എന്നുള്ള പടത്തിൽ വേറെയും പാട്ടുകളുണ്ടായിരുന്നു. ആ പാട്ടുകൾ ജയചന്ദ്രനും മാധുരിയൊക്കെ പാടിയതൊക്കെ എന്നാൽ ശ്രദ്ധേയമായ പാട്ടുകളായി മാറിയില്ല അതൊന്നും. ഇതാണ് ഏറ്റവും ഗംഭീരമായത്. ഹോട്ടൽ മുറിയിൽ ജിംഗിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മനുഷ്യനിരിക്കുന്നു. വലിയ ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് പാട്ടുണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ്റെ പ്രായം പോലും ഇല്ലാത്ത ജോൺസൺ വേറൊരു മുറിയിൽ രാജാവായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കി. അപ്പോൾ ജോൺസൺ പറഞ്ഞത് എന്താണെന്നറിയാം? അതാണ് ജോൺസൻ്റെ ഗ്രേറ്റ്നെസ്. അദ്ദേഹം ഉണ്ടാക്കുന്ന ആ ജിങ്കിള് പോലും നമ്മുടെ പാട്ടിനേക്കാൾ ഗംഭീരമാവും രാജേന്ദ്രൻ. ആ കൈ തൊട്ടാൽ മതി അവിടെ വലിയ വലിയ അത്ഭുതങ്ങളുണ്ടാകുന്നു. നേരെ മറിച്ച് അദ്ദേഹത്തെ അപഹസിക്കുകയല്ല പുതിയ തലമുറയിലെ സംഗീത സംവിധാനം ചെയ്തത്. അതേ ജോൺസനെ, അതും പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കാലം ഇത്ര കടന്നുപോയില്ല, ജോൺസൺ ഇപ്പോൾ ഇല്ലതാണ്. അതേ ജോൺസനെ ദുഃഖിതനായിട്ട്, വളരെ ദുഃഖിതനായിട്ട് എന്നോട് ഒരു കഥ പറയുന്ന ഒരു ജോൺസനെ ഞാനിപ്പോൾ ഓർക്കുകയാണ്.